എൻ്റെ പേര് നിസാർ പഴേരി എന്നാണ്. ഞാനും കരീമുക്കായും ഒക്കെ അബ്ബാസ് സാറ് പറഞ്ഞതുപോലെ തന്നെ കസിൻസാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് കരീമുക്ക. തൊടുപുഴയിൽ തുടങ്ങാൻ പോകുന്ന പഴേരി ഗോൾഡിൻ്റെ ആളുകളാണ് ഞാനും അബ്ബാസ് മാഷും. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടാണ് കരീമുക്ക പഴേരി ഗോൾഡ് തൊടുപുഴയിൽ തുടങ്ങുന്നതിന് വേണ്ടി മുന്നിട്ട് വന്നിരിക്കുന്നത് എന്ന ഒരു കുറച്ച് വിശ്വാസത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ രണ്ടുപേരും. ബിസിനസ് രംഗത്ത് യാതൊരു പരിചയവും ഇതിനു മുമ്പ് ഞങ്ങൾക്കില്ല. ഇപ്പം നിഷാന്ത് സാറിൻ്റെ 4ാമത്തെ മീറ്റിങ്ങിലാണ് ടോട്ടലി പറഞ്ഞാൽ ഞാനും മാഷും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അങ്കമാലിയിൽ നടന്നതടക്കം തൊടുപുഴയിൽ നടന്ന 2 മീറ്റിംഗ് അടക്കം. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം ഒരു പൊളിറ്റീഷ്യനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും കഴിഞ്ഞ 20 വർഷം ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ കഴിഞ്ഞ 20 വർഷക്കാലം നിസാർ പഴേരി എന്നൊരു ബ്രാൻഡ് തൊടുപുഴയിൽ ബ്രാൻഡ് ചെയ്യാൻ നിരന്തരം കഠിനാധ്വാനം ചെയ്ത് ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എനിക്ക് എല്ലാ ജില്ലകളിലും പൊളിറ്റിക്കലിലൂടെയാണ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെയാണെങ്കിലും വലിയ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കുവാൻ സാധിച്ച നിസാർ പഴേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊടുപുഴയിൽ നിസാർ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, പക്ഷെ പഴേരി എന്ന് പറഞ്ഞാൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കരീമൊക്കെ ഉദ്ദേശിച്ചത് എന്താണോ അതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം. സത്യത്തിൽ നിഷാന്ത് സാറിൻ്റെ ഈ 3 മീറ്റിങ്ങിലൂടെയാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളത്. സാറ് നമ്മുടെ കമ്പനിയുടെ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളോടൊപ്പം പയ്യെ സഞ്ചരിച്ച് നിങ്ങളുടെ മുന്നിൽ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം പോകാനുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഇപ്പോൾ ഈ 3-4 മീറ്റിങ്ങുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും സാറിൻ്റെ ഇന്നത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യത്തെ ആളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ആളെന്ന നിലയിൽ വളരെയേറെ ആത്മവിശ്വാസവും ധൈര്യവും പകരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.